ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അമ്മ എന്താ ഇരിക്കാത്തത്? ഞാനിവിടെ നിന്നോളാം. എൻ്റെ മകന് ശാമമോഷം നൽകിയ ആളല്ലേ അങ്ങ്. മേനോൻ സാറിന് മുമ്പിൽ ഞാൻ ഇരുന്നൂടാ. മുരുകന്റെ അമ്മ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇരിക്കുക? നമുക്ക് രണ്ടുപേർക്ക് നിൽക്കാം. അയ്യോ, സാർ ഇരിക്കണം. അറ്റൻഡറായിട്ടാണ് മുരുകൻ ഇവിടെ ചേർന്നത്. വളരെ പെട്ടെന്ന് തന്നെ അയാൾക്ക് ക്ലർക്കായി കയറ്റം കിട്ടി. ആ ഉയർച്ച മുരുകൻ ഞാൻ ദാനമായി കൊടുത്തതല്ല, അയാൾ സ്വന്തം മിടുക്കുകൊണ്ട് നേടിയെടുത്തതാണ്. ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വൈകല്യമുള്ളവർക്ക് ഈശ്വരൻ സാധാരണക്കാർക്കില്ലാത്ത ഒരു പ്രത്യേക കഴിവ് കൊടുക്കുമെന്നാണ് പറയുന്നത്. മുരുകനിൽ ഒരു നല്ല ചിത്രകാരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യം ഈയിടെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. മുരുകൻ്റെ കളർ സെൻസ് അത്ഭുതകരമാണ്. ഇവിടുത്തെ പ്രധാന ആർട്ടിസ്റ്റ് കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ ഡിസൈൻസ് കാണുമ്പോൾ നിറങ്ങളുടെ കോമ്പിനേഷൻസിനെ പറ്റി മുരുകൻ പറയുന്ന അഭിപ്രായങ്ങൾ ഞങ്ങളെല്ലാം അതിശയിപ്പിച്ചു കളഞ്ഞു. മൾട്ടിമീഡിയയിൽ 1 വർഷത്തെ ട്രെയിനിങ്. അമ്മ നോക്കിക്കോളൂ, 2-3 വർഷത്തിനുള്ളിൽ മുരുകൻ ഒരു മികച്ച ഗ്രാഫിക് ഡിസൈനറായി മാറും. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, അമ്മയുടെ മകൻ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. ഇനി മുരുകനെക്കുറിച്ചോർത്ത് അമ്മ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ആ ചെരുപ്പൂത്തിയുടെ അടുത്തുനിന്ന് അവനെ വിളിച്ച് ഇവിടെ കൊണ്ടുവരാൻ തോന്നിയ മേനോൻ സാറിൻ്റെ കാരുണ്യത്തെയല്ലേ വണങ്ങേണ്ടത്. ഇല്ലെങ്കിൽ ആ ചേരിയിലോ തെരുവിലോ എൻ്റെ മോൻ്റെ ജീവിതം അവസാനിച്ചേനെ. എന്താ മുരുകൻ വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങാൻ കാരണം? ഇത്ര നല്ലൊരു അമ്മയെ പിരിഞ്ഞിരിക്കാൻ അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു? ആട്ടെ, അമ്മയ്ക്ക് എന്തായിരുന്നു ജോലി? കണ്ടിട്ട് നല്ല ആഭിജാത്യമുള്ള കുടുംബത്തിലെ അംഗമാണെന്ന് തോന്നുന്നു. അത്ര വലിയ കുടുംബത്തിലൊന്നും അല്ല ഞാൻ ജനിച്ചത്. അറിയാവുന്ന തൊഴിൽ നെയ്ത്തുമായി ബന്ധപ്പെട്ടതാ. സ്വന്തമായി തറിയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഒന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴായിരിക്കും മുരുകൻ ജോലി തേടി ഇറങ്ങിയതല്ലേ? ഇല്ലായ്മയിൽ നിന്നാണ് എൻ്റെയും തുടക്കം. അമ്മയ്ക്കറിയാമോ, നല്ല പേരുള്ള ഒരു ചിത്രകാരനായിരുന്നു ഞാൻ. എൻ്റെ പെയിൻറ്റിങ്സിൻ്റെ എക്സിബിഷൻ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ നടന്നിട്ടുണ്ട്. പത്രങ്ങൾ ഉജ്ജ്വലമായിട്ട് എഴുതും, പക്ഷേ പണം കൊടുത്ത് പെയിൻറ്റിങ്സ് വാങ്ങുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ? അങ്ങനെ ജീവിതം ഒരു ചോദ്യചിഹ്നമായപ്പോഴാണ് ഞാൻ കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. ആർട്ടിസ്റ്റ് ആർ കെ മേനോൻ കൊമേഴ്സ്യൽ ഡിസൈനറായി മാറി. സാറിനെ വീട്ടിൽ വന്ന് കാണണമെന്നാണ് വിചാരിച്ചിരുന്നത്. മുരുകനാ പറഞ്ഞത് സാറിൻ്റെ ഭാര്യ നാട്ടിൽ പോയിരിക്കുകയാണ്. അതെ, രാധിക ഇപ്പോൾ നാട്ടിലാണ്. അവളുടെ അമ്മ കുളിമുറിയിലൊന്ന് വീണു. നേരത്തെ തന്നെ സന്ധിവാദമുള്ള ആളാണ്. ഇപ്പോൾ കൂനിന്മേൽ കുരു എന്ന പോലായി. രാധിക അമ്മയുടെ ഒറ്റ മോളാണ്. സത്യം പറഞ്ഞാൽ എന്നെ കലയിൽ നിന്നും കച്ചവടത്തിലേക്ക് കൊണ്ടുവന്നത് രാധികയുടെ അമ്മ, അതായത് എൻ്റെ മദർലോയാണ്. അവർ തന്ന 10,000 രൂപയാണ് ക്യാപിറ്റൽ. മുരുകൻ്റെ അമ്മ മറ്റേതോ ലോകത്താണെന്ന് തോന്നുന്നു. ഒന്നുമില്ല സാർ, ഞാനും ചില പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. പിന്നെ സാറിൻ്റെ മക്കള്? എനിക്കൊരു മോനേ ഉള്ളൂ, ഇന്ദുഗോപൻ. ഭാഗ്യം, അവൻ കലാകാരനായില്ല. MS കഴിഞ്ഞ് അമേരിക്കയിൽ ജോലി നോക്കുന്നു. ഇപ്പം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ കല്യാണക്കാര്യമാണ്. ന്യൂയോർക്കിൽ നിന്ന് അവൻ കല്യാണത്തിന് മുമ്പ് തന്നെ പ്രസവിച്ച ഒരു മദാമ്മയെയും കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ വന്നു കയറിയാലോ? അടുത്ത വരവിന് അവൻ്റെ കല്യാണം നടത്തണം. കാണാൻ ചന്തമുള്ള കുട്ടിയായിരിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രിയും. പിന്നെ നല്ല തൻ്റെടവും ധൈര്യവും ഉള്ളവളാണെങ്കിൽ കേമമായി. അമ്മയ്ക്ക് പരിചയമുള്ള വല്ല പെൺകുട്ടിയുണ്ടെങ്കിൽ പറയൂ. സാമ്പത്തികമൊന്നും ഒരു പ്രശ്നമേ അല്ല. പുറമേ കച്ചവടക്കാരനാണെന്ന് തോന്നുമെങ്കിലും അകമേ ഞാനിപ്പോഴും ഒരു കലാകാരൻ തന്നെയാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. അല്ല, മുരുകനെ വിളിക്കണ്ട, അവൻ അവൻ്റെ ജോലി ചെയ്തോട്ടെ. എൻ്റെ കാറിൽ പോവാം, വരൂ. ഞാൻ ഡ്രൈവറോട് പറയാം. വേണ്ട സാർ, ഞാൻ ഓട്ടോയിൽ പൊയ്ക്കോളാം. നോ, ഇന്ന് അമ്മ എൻ്റെ കാറിൽ തന്നെ പോവും. വന്നാട്ടെ.
രോഗി മരിച്ചു, ശവസംസ്കാരവും കഴിഞ്ഞു. അതിനുശേഷം മരിച്ചയാളിൻ്റെ രോഗമെന്താണെന്ന് ഡോക്ടറോട് ചോദിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? അല്ല, മിസ്റ്റർ രവീന്ദ്രൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടിരുന്ന് റിട്ടയർഡ് ചെയ്ത ആളല്ലേ? അതിൻ്റെതായ ഒരു ഡിസിപ്ലിനെങ്കിലും കാണിക്കണ്ടേ? ലളിത ആ സ്ത്രീ നിയമിച്ച ഒരു മാനേജറോടൊപ്പം ഒരു മീറ്റിങ്ങിന് പോയി. റബ്ബർ ബോർഡുമായിട്ടോ പ്ലാന്റേഴ്സ് അസോസിയേഷനുമായിട്ടോ ബന്ധമുള്ള ഏതോ ഒരു മീറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്ന് പോലും നിങ്ങൾക്കറിയില്ല. റബ്ബർ എസ്റ്റേറ്റ് സ്വന്തമാക്കിയതിനു ശേഷം അമ്മയുടെ സ്വഭാവമേ മാറി. എന്റെ തോട്ടം എങ്ങനെ നോക്കി നടത്തണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും ഇടപെടണ്ട എന്ന് പറയും. പുറത്തുനിന്ന് ആരും വേണ്ട, ഞാനും സുനിലും സഹായത്തിനുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു നോക്കി. അപ്പൊ നിങ്ങൾക്ക് റബ്ബറിനെ കുറിച്ച് എന്തറിയാം എന്നായി ചോദ്യം. റബ്ബർ ബോർഡിൽ 20 കൊല്ലം ജോലി ചെയ്ത് പരിചയമുള്ള ജോൺസൺ എന്ന ആളെ ഞങ്ങളോട് ആരോടും ആലോചിക്കാതെ മാനേജറായിട്ട് നിയമിച്ചു. അവന്റെ സംസാരവും പെരുമാറ്റവും ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. ഏത് സമയത്തും ലളിതയെ മുഖസ്തുതി കൊണ്ട് പൊതിയും, എന്നെയും കോമളത്തെ അവഗണിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നിയമനം നടത്തിയപ്പോഴേ എനിക്കൊരു സൂചന തരാമായിരുന്നില്ലേ? നിങ്ങളുടെ കുടുംബവുമായി വർഷങ്ങളായി ബന്ധമുള്ള ഒരു വക്കീലല്ലേ ഞാൻ? ജോൺസൺ എന്ന ആളിന്റെ പശ്ചാത്തലം ഞാൻ അന്വേഷിക്കുമായിരുന്നല്ലോ. കരുണാകരൻ മുതലാളിയുടെ സ്വത്ത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് തന്നെ വീതിച്ചു നൽകി വിശാലാക്ഷി അമ്മാൾ കോയമ്പത്തൂരിലേക്ക് പോയതിൽ പിന്നെ നിങ്ങൾ അവരെ തന്നെ മറന്നു. പാർട്ടിഷൻ ഡീഡ് തയ്യാറാക്കി സഹോദരങ്ങൾക്കിടയിലെ കൂട്ടത്തൽ ഒഴിവാക്കിയ എന്നെയും നിങ്ങൾ മറന്നു. എനിക്ക് വല്ലപ്പോഴും ഫോൺ ചെയ്യുന്നത് സുശീല മാത്രമാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. വക്കീൽ സാറിനെ വിവരങ്ങൾ അറിയിക്കാറുന്നത് തെറ്റായിപ്പോയി. അതെ, ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? വരുന്നത് അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ? ലളിത മീറ്റിങ്ങിനെന്ന് പറഞ്ഞു പോയി. രാത്രി മടങ്ങി വന്നില്ല. അടുത്ത ദിവസവും വന്നില്ല. ഫോൺ ചെയ്തതുമില്ല. നിങ്ങൾ അങ്ങോട്ട് ഫോൺ ചെയ്തപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. അപ്പം തന്നെ വിവരം പോലീസിൽ അറിയിക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും എന്നോട് പറയണ്ടേ? ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യാമെന്നല്ലോ. ലളിതയെ കണ്ടുപിടിച്ച് പോലീസ് കോടതിയിൽ ഹാജരാക്കിയനെ. പോലീസിൽ അറിയിച്ച ഉടൻ പത്രക്കാരും ചാനലുകാരും അറിയും, ആകെ നാറും. അങ്ങനെയാ സുനിലും പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ... ജോൺസൺ നിങ്ങൾക്ക് ഫോൺ ചെയ്തത് എവിടെ നിന്നാണെന്നാ പറഞ്ഞത്? മലേഷ്യയിലെ പെനാങ്കിൽ നിന്ന്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ലളിതയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ ഞാൻ അയാളോട് പറഞ്ഞു. ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും കണക്ഷൻ കട്ടായി. എനിക്ക് അമ്മയുടെ ശബ്ദം പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. എസ്റ്റേറ്റും വീടും ലളിത വിറ്റെന്നറിഞ്ഞപ്പോഴാണ് സംഗതി ഇത്രയും സീരിയസ് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. ജോൺസൺ ഇപ്പം ലളിതയുടെ പവർ ഓഫ് അറ്റോർണി ഹോൾഡറാണത്രേ. മാത്രമല്ല, എസ്റ്റേറ്റിനും വീടിനും അഡ്വാൻസ് കൊടുത്തവര് ജോൺസണുമായിട്ടാണ് ഡീലിങ്സ് നടത്തിയിരിക്കുന്നത്. ഭാര്യയെ കാണാതായ വിവരം പത്രങ്ങളിലും ചാനലിലും വന്നാൽ ആകെ നാറും എന്നല്ലേ രവീന്ദ്രൻ പറഞ്ഞത്? അതെ. ഏതെങ്കിലും കൊക്കയിലോ പാറയിടുക്കിലോ കായലിലോ ലളിതയുടെ ശവം കിടന്ന് നാറുന്നുണ്ടോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. വക്കീൽ സാറേ, എന്റെ അമ്മ... ആ, എനിക്കറിഞ്ഞിട്ടെന്ത് കാര്യം? എൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിന്ത ആ വഴിക്കാണ് തിരിയുന്നത്. ആ ജോൺസൺ നല്ല എക്സ്പീരിയൻസ് ഉള്ള ക്രിമിനലാണ്. മുഖസ്തുതി പറഞ്ഞും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തും മറ്റു പല അനുഭവങ്ങൾ നൽകിയും മദ്യം കൊടുത്തും അവൻ ലളിതയെ കീഴ്പ്പെടുത്തി പവർ ഓഫ് അറ്റോർണി ഡീഡിൽ ഒപ്പിടിപ്പിച്ചു കാണും. അത് കഴിഞ്ഞാൽ ലളിത ജീവിച്ചിരിക്കുന്നത് അവനൊരു ബുദ്ധിമുട്ടല്ലേ? പുതുതായി ഇവിടെ ചാർജ് എടുത്തിരിക്കുന്ന SP എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കട്ടെ. അറിവ് വളരെ കൂടുതലുള്ളവരുടെ കയ്യിൽ പണം വരുന്നത് നല്ല കാര്യമാണ്. ആ പണം കൊണ്ട് അവർ മഹത്തായ കാര്യങ്ങൾ ചെയ്യും. ദരിദ്രരുടെ കയ്യിൽ പണം വരുന്നതും നല്ല കാര്യമാണ്. അവരുടെ ദാരിദ്ര്യം മാറിക്കിട്ടും. അറിവില്ലാതെ അറിവുണ്ടെന്ന് നടിക്കുന്നവരുടെ കയ്യിൽ പണം വന്നാൽ ആ പണം അവരെ അധോഗതിയിലാക്കും.
അതാണ് ഇവിടെ ലളിതയ്ക്ക് സംഭവിച്ചത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ പത്രമെങ്കിലും ഒന്ന് വായിച്ചൂടെ? കൂട്ടിലടച്ച കിളിയെപ്പോലെയാ ചേട്ടന്റെ ജീവിതം. അന്നന്നത്തെ പത്രം വായിച്ചാ നാട്ടിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു എന്നറിയാലോ. വായിച്ചേ. അമ്മേ, ഇന്നാണ് ടേം ഫീസ് കൊടുക്കേണ്ട ദിവസം. ഓ, നിന്റെ അമ്മുമ്മ കാരണം എന്റെ വരുമാനം നിലച്ചില്ലേ? അവരോട് തന്നെ പോയി ചോദിക്കേ. കല്യാണത്തിന് സമ്മതിക്കുന്നതിന് മുമ്പ് അമ്മ എനിക്ക് വാക്ക് തന്നതാ ആ പഴയ വീട്ടിൽ തന്നെ താമസിച്ചോളാന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഞാൻ ഇവിടെ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് താമസമാക്കി. മനുഷ്യരായ അഭിമാനം വേണം. എന്റെ അമ്മയ്ക്കത് പണ്ടേ ഇല്ലാതെ പോയി. എടി നന്ദി കേട്ടവളെ, ഞാൻ അഭിമാനത്തെ പറ്റി മാത്രം ചിന്തിച്ചിരുന്നെങ്കിലേ ഇന്ന് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നീ ജീവിച്ചിരിക്കുമായിരുന്നില്ല. അത്ര കഷ്ടപ്പെട്ടാ ഞാൻ നിന്നെ വളർത്തിയത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇല്ലെങ്കിലേ നിന്റെ നാത്തൂരും മോളും ചേർന്ന് നിന്റെ നെറ്റിയിൽ വലിയൊരു ഗോപി വരയ്ക്കുമായിരുന്നു. അത്ര തന്നെ. അമ്മമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അമ്മമ്മ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. ഞാൻ എന്റെ ടേം ഫീസ് കൊടുക്കാൻ പണം വേണമെന്ന് അമ്മയോട് പറഞ്ഞു. ഇതിൽ അമ്മമ്മ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? അമ്മമ്മ എന്തിനാ ഇങ്ങനെ വരാന്തയിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നത്? ഇത് കേൾക്കുന്ന അയൽക്കാർ എന്ത് വിചാരിക്കും? അയൽക്കാർ എന്ത് വിചാരിച്ചാൽ എനിക്കെന്താ? അവരുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ അലറി വിളിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് സ്വന്തം ബെഡ്റൂമിലായിക്കൂടെ? സുഭദ്ര ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തോറ്റതാ. ഈ ജന്മ എന്റെ അമ്മയെ മാറ്റാനാവില്ല. പഠിച്ചതേ പാടൂ. എന്താ ദിവ്യമോളെ പ്രശ്നം? ഓ, എനിക്കിന്ന് ടേം ഫീസ് കൊടുക്കേണ്ട ദിവസാ. എത്ര രൂപയാ ഫീസ്? 4200. ഞാൻ പഠിക്കുന്ന സ്കൂളില് ഫീസ് വളരെ കൂടുതലാ ചേച്ചി. എന്റെ മോൾക്കൊരു നല്ല ഭാവി ഉണ്ടാകണമെന്ന് അത്യാഗ്രഹം കൊണ്ട് ചെയ്തു പോയതാ സുഭദ്രെ. ആ സ്കൂളിൽ സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും ICSE സിലബസിലും ക്ലാസ്സുകളുണ്ട്. ICSE സെക്ഷനില് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതിന്റെ സിലബസ് അല്പം ടഫാണെങ്കിലും +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ കാര്യങ്ങൾ ഈസി ആകുമെന്ന് പലരും പറഞ്ഞു. അതിന് ഈ ബഹളമൊക്കെ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? സുശീല അമ്മയോട് പറഞ്ഞ പോരെ. മോള് വാ, ചേച്ചി രൂപ എടുത്തു തരാം. കണ്ടോ? അതെ, രൂപ വേണമെങ്കിൽ സുശീലമ്മയുടെ അടുത്ത് പോണം. ഇവിടെ ഇരിക്കുന്ന ഒരു മലയാളി. അമ്മേ, എന്താടി? ചെലമേ, നീ കറി പിന്നെ ഉപ്പ് വാരിട്ടോ. ഞാൻ ഉപ്പിട്ടതായിരുന്നല്ലോ. ഞാൻ നോക്കിയപ്പോ ഉപ്പ് ലേശം കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് ഇത് ചെല്ലമ്മ തന്നെ അല്പം കഴിച്ചു നോക്ക്. ഉപ്പിന്റെ കഷായമായി. അമ്മേ, ദേ ഇന്ന് ദിവ്യമോൾക്ക് ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. 4200 രൂപ വേണം. 3 മാസത്തേക്കുള്ള ടേം ഫീസാ. എന്റെ കൈ ഒഴിയത്തില്ല. താക്കോലിരിക്കുന്ന സ്ഥലം സുഭദ്രയ്ക്ക് അറിയാലോ. നീ തന്നെ ഷെൽഫ് തുറന്നെടുത്തു കൊടുക്ക. വാ മോളെ. ഇതിന്റെ ബഹളമാ ഇത്രയും നേരം വരാന്ത കേട്ടത്. ചെല്ലമ്മ എന്തിനാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? നീ നിന്റെ ജോലി നോക്ക്. പല വീടുകളിലും വേലക്കാരികളാ ബന്ധുക്കളെ തമ്മിൽ അടുപ്പിക്കുന്നത്. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ. ആ പെമ്പറന്നൊരു വന്നു കയറി ഈ വീട്ടിലെ സമാധാനം പോയി. ദിവ്യമോള് ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോടോ സുശീലാമ്മയോടോ പറഞ്ഞാൽ മതി. ഫീസിന്റെ കാര്യവും പുസ്തകത്തിന്റെ കാര്യവും പോക്കറ്റ് മണിയുടെ കാര്യവും ഒക്കെ. അമ്മ പോക്കറ്റ് മണി ഒന്നും തരാറില്ല. അല്പസ്വല്പം പോക്കറ്റ് മണിയൊക്കെ വേണം. അത് ചേച്ചി തരാം. ഇത് മുഴുവൻ കഴിക്കണേ. പോയിട്ട് വാ. അതെ, ഞാനൊരു പരമാർത്ഥം പറഞ്ഞ സുകുമാരൻ മുതലാളി അത് ശ്രദ്ധിച്ച് കേൾക്കണം. സഹോദരന്റെയും സഹോദരിയുടെയും സ്വത്ത് ഒരുമിച്ച് കിടന്നാൽ പണം ഇരിക്കുന്ന ഷെൽഫിന്റെ താക്കോല് ആരുടെ കയ്യിലായിരിക്കേണ്ടത്? പ്രത്യേകിച്ചും സഹോദരൻ മൂത്തതാണെങ്കിൽ. അല്ല, ഈ വീട്ടിൽ വന്നു കയറിയ ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. 5 രൂപ വേണമെങ്കിൽ സുകുമാരൻ മുതലാളി അനിയത്തിയുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ മോള് നളിനിയെ കല്യാണം കഴിച്ചത് കരുണാകരൻ മുതലാളിയുടെ അനുജനോ അതോ വെറും ഒരു പിച്ചക്കാരനോ? അവിടെയാ എന്റെ മരുമകന് തെറ്റുപറ്റിയത്. ആരെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞാലല്ലേ
തെറ്റ് ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാവൂ. പൂച്ചക്കാര് മണി കെട്ടും എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ അങ്ങ് കെട്ടിക്കളയാം. ആ പാൽക്കാരി പങ്കജാക്ഷി എന്നോട് പറഞ്ഞതേ, അമ്മയും മോളും തെണ്ടിത്തിരിഞ്ഞ് ഇവിടെ വന്ന് കേറിയപ്പം കരുണാരൻ മുതലാളി 2 എണ്ണത്തിന് അടിച്ചിറക്കിനാ. പിന്നെ അങ്ങേര് ബോധമില്ലാതെ ആശുപത്രി കിടന്നപ്പം സുകുമാരൻ മുതലാളിയല്ലേ 2 എണ്ണത്തിനും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയത്? ആ ഒരു നന്ദിയെങ്കിലും മുതലാളിയോട് കാണിക്കണ്ടേ അമ്മയും മോളും? ആനന്ദ് ഞങ്ങളുടെ മനസ്സിലുണ്ട്, അന്നും ഇന്നും എന്നും അതുണ്ടായിരിക്കുകയും ചെയ്യും. നന്ദി ഇല്ലാത്തത് നിങ്ങൾക്ക്. നിങ്ങളുടെ ഭാവം മട്ടും കണ്ടാൽ ഈ സ്വത്ത് മുഴുവൻ നിങ്ങളുടെ അച്ഛൻ സമ്പാദിച്ചതും കൊച്ചമാവും നിങ്ങളുടെ മോനും ആണെന്ന് തോന്നുമല്ലോ. കൊച്ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, നീ അകത്തുപോ. സംസാരിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. മണി 9:30 കഴിഞ്ഞു. കൊച്ചേട്ടന് കാപ്പിയും പലഹാരവും കഴിക്കണ്ടേ? ആ സുകുമാരൻ മുതലാളി വന്നാട്ടെ, ഞാൻ നളിനെ വിളിക്കാം. നളിനി, എടി നളിനി, ഇവളിത് എവിടെ പോയി കിടക്കുക? എടി നളിനി, താലി കെട്ടിയ മനുഷ്യന് സമയാസമയം ആഹാരം വിളമ്പി കൊടുക്കേണ്ടത് നിന്റെ ജോലിയല്ലേ? ആ അധികാരം പോലും നിനക്കില്ലെങ്കിൽ ഈ വീട്ടിൽ പിന്നെ നീ എന്തിനാണ് ഈ പൊറുക്കുന്നത്? ദേ, അമ്മ വായടച്ച് വെച്ചില്ലെങ്കിലേ നമ്മളിൽ ഒരാൾക്ക് ഈ വീട് വിട്ട് പോകേണ്ടി വരും, അതുറപ്പാ. ഇതേ എന്റെ മരുമകന്റെ വീടാ. ആ സുകുമാരൻ മുതലാളിയുടെ കണ്ണിൽ ഞാൻ അമ്മായിയമ്മ അല്ല, സ്വന്തം അമ്മ തന്നെയാ. സുകുമാരൻ മുതലാളി പറയട്ടെ, ആ നിമിഷം ഞാൻ ഇറങ്ങി പോയേക്കാം.